ഇന്ന് നമ്മളെ നല്ല 3 മുട്ട വെച്ചിട്ട് നല്ല ഭംഗിയുള്ള 3 കിളിക്കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടാ. ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ശരിക്കും പറഞ്ഞാൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനൊന്നും എനിക്കറിയില്ല. എന്നാലും ഇത് നമ്മുടെ അപ്പുകുട്ടൻ്റെ സ്കൂളിൽ നിന്ന് വന്നതാട്ടാ. അവന് സ്കൂളിലേക്ക് ഇങ്ങനെ എഗ്ഗോ എഗ്ഷെല്ലോ എന്തെങ്കിലും വെച്ചിട്ട് കിളിക്കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി കൊണ്ട് ചെല്ലുന്നു. ബേർഡ്സിന് ഉണ്ടാക്കണമെന്ന് 2-3 ദിവസം മുന്നേ ഞാനൊരു ബേർഡ്സിന്റെ ആൽബം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കയറി കണ്ടോളൂ കേട്ടാ. അപ്പോൾ ഇന്ന് ഞാൻ അടുത്തൊരു പരിപാടിയായിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ട ഉണ്ടല്ലോ. ഇപ്പോൾ പച്ചമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു വശം നമ്മൾ ഒന്ന് തുരന്നിട്ടേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ യോക്കും വൈറ്റൊക്കെ ഇങ്ങോട്ട് പോരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഹോള് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള അതിൻ്റെ ഉള്ളിലത്തെ യോക്കും വൈറ്റൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് പിന്നീട് അതിൽ ഉപയോഗിക്കാമല്ലോ. നമുക്ക് ഇപ്പം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ, ആ എഗ്ഗിൻ്റെ ഷെല്ല് മാത്രം നമുക്ക് മതി. അപ്പം നോക്കി അതിൻ്റെ ഉള്ളിലത്തെ ഒക്കെ നന്നായിട്ട് എടുത്തിട്ട് നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ തന്നെ മറ്റ് 3 മുട്ടകളും നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സ്കെച്ച് പെന്നാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സ്കെച്ച് പെന്ന് മാത്രമല്ല കേട്ടോ, ഫാബ്രിക് പെയിന്റും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് പറ്റിയങ്ങളൊന്ന് ഉണക്കണം. അപ്പോൾ ഉണക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയാൽ ഇവിടെ ഹെയർ ഡ്രയർ ആണ് കേട്ടോ എടുത്തുള്ളത്. എൻ്റെ ഹെയർ ഡ്രയർ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേഗം തന്നെ ചെയ്ത് കൊടുക്കണം. 2-3 ദിവസമായി സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ എല്ലാതും തലേന്ന് ദിവസം ചെയ്യുന്ന ആൾക്കാരല്ലേ. അത് കാരണമായിട്ടാ വേഗം ഇങ്ങനെ ചെയ്താൽ. നിങ്ങൾക്ക് ഇപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെയിലത്ത് വെച്ചാലും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഞാനിവിടെ നന്നായിട്ട് ഉണങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ കിളിക്കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് വരുമ്പോൾ അവരുടെ തലയിൽ ഇങ്ങനെ ചെറിയ മുട്ടത്തൊണ്ടൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ കോഴിമുട്ടയുടെ ഒരു പീസ് ഞാൻ ചറപറ പൊട്ടിച്ചിട്ട് അതിനെ ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ കിളിക്കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കേട്ടോ. അത് മാത്രമല്ല, ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കണേ. എന്നെ പോലെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കണ അമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാനിപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണത്. അപ്പോൾ എല്ലാവരും കയറി കണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് ക്രാഫ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഇതൊക്കെയാണ് ഞാനിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ലേ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് പലവിധ ഐഡിയകളും വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കിളിക്കുഞ്ഞുങ്ങൾ മുട്ടേരുള്ളിൽ നിന്ന് വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളുടെ കളറായ മഞ്ഞ കളർ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കിളിക്കുട്ടികൾ വരുമ്പോൾ, കോഴിക്കുട്ടികളൊക്കെ വരുമ്പോൾ മഞ്ഞ കളറല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ സ്കെച്ച് അടിച്ച് വന്നപ്പോഴേ കളർ അങ്ങോട്ട് കറക്റ്റ് പിടിക്കണില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫാബ്രിക് പെയിന്റ് എടുത്തു നമ്മുടെ. പിന്നെ അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇല്ലാത്ത അമ്മമാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കെച്ചിൽ കുറച്ച് വെള്ളം മുക്കിയിട്ട് അതിൽ അടിച്ചാൽ മതിട്ടാ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഫാബ്രിക് പെയിന്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ മഞ്ഞ കളർ തന്നെ നിങ്ങൾക്ക് വേണമെന്നില്ല, വേറെ ഏതെങ്കിലും കളറാണ് താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ ഇഷ്ടമുള്ള കളറ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ നോക്കിയിട്ട് എടുത്തോട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ കോഴിക്കുട്ടി പോലെയാണ് ഉദ്ദേശിച്ചത്. ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾ പറയും കോഴിക്കുട്ടിയായോ പരുന്നുംകുട്ടിയായോ എന്നൊക്കെ എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പം നമുക്കിതിനെ നന്നായിട്ടൊന്ന് കളർ അടിച്ചെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ 3 മുട്ടയും കളർ ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പം നോക്കിയാൽ ഞാനിവിടെ നമ്മുടെ 3 മുട്ടയും മേലെ ഭാഗം മഞ്ഞാക്കിയിട്ട് അടിച്ചിട്ടുണ്ട്. ഈ ഒരെണ്ണത്തിന് മാത്രം നമ്മൾ സെൻറ്റർ ഭാഗം മാത്രമായിട്ടാണ് മഞ്ഞ കൊടുക്കണേ. അതൊരു വെറൈറ്റി കോഴിക്കുട്ടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മുട്ടത്തൊണ്ടിന്ന് ഇങ്ങനെ വന്ന് മുട്ടത്തൊണ്ട് പകുതി തലയിൽ നിൽക്കണ ആ ഒരു ഫീലായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയാവുമെന്ന് അറിയില്ല. അങ്ങനെ നമുക്കതിനെ നന്നായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളതിൽ ഫാബ്രിക് പെയിന്റ് ഒന്നും ഇല്ലാണ്ട് മാർക്കറൊക്കെ ഉണ്ടാവില്ലേ, നല്ല രസമുള്ള മാർക്കറും കാര്യങ്ങളൊക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അതായിട്ടും എടുക്കാട്ടാ, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ കിളിക്കുട്ടികൾക്ക് നമ്മൾ ഉദ്ദേശിച്ച കളറായി കിട്ടിയാൽ മതി. അതിപ്പോൾ അങ്ങനെ ഒന്നുമില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുമ്പോൾ അങ്ങനെ ഷെല്ലിങ്ങനെ പൊട്ടി വരുന്ന ഒരു ഷേപ്പ് ഉണ്ടാവില്ല, ഇങ്ങനെ 6 ആഗൊക്കെ പോലെ, അതേപോലെ ഒന്ന് കൊടുക്കാൻ നോക്കിയിട്ടാണ്. ഞാൻ ആദ്യം കൊടുത്ത് വന്നപ്പോഴൊന്നും ശരിയായില്ല. പിന്നെ നമ്മുടെ 2ാമത്തെ എഗ്ഗൊക്കെ നമുക്ക് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു താഴ്ചയും ഇറക്കവും അതേപോലെ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും നമ്മുടെ ഹെയർ ഡ്രയർ എടുത്തു. എനിക്കിങ്ങനെ ക്ഷമ അങ്ങോട്ട് ഇല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങാനുള്ള ക്ഷമയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ചൂട് കയറ്റിയിട്ട് ഉണക്കാമെന്നാട്ടാണ് വിചാരിച്ചുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യുമല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ 3 മുട്ടയും ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
മുട്ടത്തൊണ്ട്, അതായത് നമ്മുടെ കിളിക്കുഞ്ഞുങ്ങൾ മുട്ട പൊട്ടി വിരിഞ്ഞ് വരല്ലേ, അപ്പോൾ അവരെ തലയുടെ മേലെ നമുക്ക് കുറച്ച് എഗ്ഗിൻ്റെ കുഞ്ഞു കുഞ്ഞു ഷെല്ലുകൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ തിരിഞ്ഞു വന്ന ഐഡിയ ആയിരുന്നു കേട്ടോ. സാധിക്ക് ഞാൻ മുട്ട എടുത്ത് കളറടിച്ച് 2 കണ്ണും മൂക്കൊക്കെ വരച്ച് വെക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മൾ പോകെ അങ്ങനെ പുതിയ പുതിയ ഐഡിയാസൊക്കെ വരില്ലേ, അങ്ങനെ വന്നതാട്ടാ ഈ മുട്ടത്തൊണ്ടിൻ്റെ ഒക്കെ. അതായത് തലയുടെ മേലെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പല പല ഐഡിയകൾ വരും. നമ്മളൊന്ന് ഇറങ്ങി തിരിച്ചാൽ മതി, നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഞാൻ അത്യാവശ്യം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഫെവിക്കോൾ അല്ലാണ്ട് മറ്റേ സൂപ്പർ ഗ്ലൂ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പെടായിട്ട് ഒട്ടിയിരുന്നേനെ കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പശ ഒന്ന് തേച്ചിട്ടേ ഇതിനൊന്നും ഉണങ്ങാൻ നിൽക്കണം കേട്ടോ. ഇതിന് നമ്മൾ ഹെയർ ഡ്രയർ വെച്ച് കഴിഞ്ഞാൽ റെഡി ആവില്ല. പശയല്ലേ, ഹെയർ ഡ്രയർ ചൂടും, അപ്പോൾ ആ പശ ഉരുകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളുടെ തലയുടെ മേലത്തെ ഷെല്ല് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ദേ നമ്മൾ നമ്മുടെ കിളിക്കുട്ടന്മാരെ ഒരാളുടെ തലയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളവരെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഞാൻ വേഗം തന്നെ ബാക്കിയുള്ള 2 പേരെ ഒട്ടിച്ച് 3 പേരെ നമ്മൾ സുന്ദരക്കുട്ടപ്പന്മാരാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അവർക്ക് നമുക്ക് കണ്ണും മൂക്കും വരയ്ക്കുന്നതിന് മുന്നേ നമ്മളെ തൊണ്ടിയിൽ നിന്ന് ഇങ്ങനെ വരുന്നില്ലേ, പൊട്ടി വിരിഞ്ഞ് വരല്ലേ, അപ്പോൾ ഒരു ബ്ലാക്കും സ്കെച്ച് എടുത്തിട്ടേ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക. ആ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഒരെണ്ണത്തിന് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 സൈഡ് ഇങ്ങനെ സെൻറ്ററിൽ മാത്രമല്ല മഞ്ഞ ഒരെണ്ണത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അവിടെയും ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണാൻ ഒറിജിനൽ ആയില്ലെങ്കിലും നമ്മളെ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ അതിനൊരു ഒറിജിനാലിറ്റി തോന്നും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചോളോ. പിന്നെ നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ഷേഡ് കൊടുക്കാം കേട്ടോ. അങ്ങനെ പൊട്ടി വരുന്നതല്ലേ കോഴിക്കുഞ്ഞുങ്ങൾ, അപ്പോൾ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ അധികം സാഹസത്തിന് ഇവിടെ മുതിർന്നിട്ടില്ല. കണ്ടില്ലേ, ഉണങ്ങണേറ്റ് മുന്നേ ജസ്റ്റ് ആ ബ്ലാക്ക് ഉണങ്ങണേറ്റ് മുന്നേ ഞാൻ പോയി പിടിച്ചു. അത് കാരണം നോക്കിയേ നമ്മുടെ മഞ്ഞേമൽ കുറച്ചൊരു കളർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് കണ്ണും കൊക്കും വരയ്ക്കണം. നല്ല കറുത്ത കണ്ണും അതുപോലെ തന്നെ നല്ല റെഡ് കളറ് തക്കാളിപ്പഴത്തിൻ്റെ ചുണ്ടും വരയ്ക്കണം. ചുണ്ടല്ലല്ലോ, കൊക്ക് വരയ്ക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ നോക്കിയാൽ ഞാൻ നേരത്തെ എടുത്ത സ്കെച്ച് പെന്ന് തന്നെയായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ മാർക്കർ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഫാബ്രിക് പെയിൻറ്റും വാട്ടർ പെയിൻറ്റും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നോക്കിയേ, അടിപൊളിയായിട്ടില്ലേ നമ്മുടെ കിളിക്കുട്ടൻ. എന്താ നോക്ക്, ഞാൻ തന്നെ എൻ്റെ കിളിക്കുട്ടനെ പൊക്കണം. സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് നന്നായിട്ടുണ്ട്. ഞാൻ ചെയ്തത് സക്സസ് ആയല്ലോ, നമ്മളെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് മനസ്സിലായിട്ടാണ്. അപ്പോൾ നമ്മുടെ കിളിക്കുട്ടന്മാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കിളിക്കുട്ടന്മാർക്ക് ഇരിക്കാൻ ഒരു നെക്സ്റ്റ് എന്താ പറയുക, കിളിക്കൂട് വേണ്ടത് നമുക്ക്. അപ്പോൾ കിളിക്കൂട് കിട്ടാൻ വേണ്ടി ഞാൻ അഭിയേട്ടനെ കാലത്ത് തന്നെ വീട്ടിൽ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വൈക്കോലിന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ പശുള്ള കാരണേ നമുക്ക് വൈക്കോല് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈക്കോലൊന്ന് റൗണ്ടാക്കിയിട്ട്, കുറച്ച് മതിട്ടാ, റൗണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കിളിക്കുട്ടന്മാരെ അതിൽ വെക്കണം. കുറച്ച് നേരത്തിനായാലും നിങ്ങൾക്കിനിപ്പോൾ സോക്കേഴ്സിൽ വെക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പശയൊക്കെ തേച്ചൊന്ന് വൈക്കോലിനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതിയിട്ടാണ്. ഞാൻ ജസ്റ്റ് ഉണ്ണിക്കൊന്ന് സ്കൂളിലേക്ക് ഫോട്ടോ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്തിരി കൂടെ എന്ന് വെച്ചാൽ സൂചി നൂലൊക്കെ വെച്ചൊന്ന് സെക്യൂർ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ നെക്സ്റ്റ് ശരിയായിട്ടുണ്ട്. നമ്മളെ കിളിക്കുട്ടന്മാരെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കിളിക്കുട്ടന്മാർ? അടിപൊളിയായില്ലേ? ആ ബ്ലാക്ക് കളർ ആക്രാന്തം മൂത്ത് പിടിച്ച കാരണമായിട്ട് അതങ്ങനെ ആയത്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ കിളിക്കുഞ്ഞുങ്ങൾ പൊട്ടി വരുന്നതല്ലേ, എന്ന് വെച്ചാൽ മുട്ട വിരിഞ്ഞ് വരുന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതേപോലെ വല്ല ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ട് അതുപോലെ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഫീഡ്ബാക്ക് പറഞ്ഞോളൂ കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു സംരംഭമല്ല, ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇനി അപ്പുകുട്ടൻ്റെ സ്കൂളിലേക്ക് വേറെ ഏതെങ്കിലും ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് പിന്നീട് വരാം. ബൈ ബൈ, ടാറ്റാ.